ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി പുളിയഞ്ചിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഇഞ്ചി വേണം. ഏറ്റവും കൂടുതൽ ഇഞ്ചിയാണ് ഇടുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചെറിയ പീസായിട്ട് കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്തുള്ളത് കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നന്നായി നൈസായി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റ് ആവണ വരെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തോളൂ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ? വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ, എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓണസദ്യയിലെ ഒരു ഐറ്റമാണ് ഈ പുളിയഞ്ചി കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണുള്ളൂ, നേരത്തെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് കുറച്ച് ബിസി ആയിരുന്നു, അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ സെറ്റായി അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് പുളിയഞ്ചി എന്ന് പറയണത്. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്ര പുളിയഞ്ചി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഇനി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും മുളകും പൊടി ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാതും ഒന്ന് മിക്സായി വരട്ടെ, നമ്മളെ പുളിവെള്ളത്തിലും പിന്നെ ബാക്കി എല്ലാ ഐറ്റംസിലും മിക്സായിട്ട് സെറ്റായി വരട്ടെ. പിന്നെ അതാ ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം ഞാൻ ഒരു ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ ഒരു ശർക്കര മതിയാവും. പിന്നെ ഞാൻ കുറച്ച് കായം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ല, അപ്പോൾ അതിൻ്റെ കട്ട പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ പുളിയഞ്ചൊക്കെ നന്നായി ഒന്ന് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പുളിയഞ്ചി ഏകദേശമൊക്കെ സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെന്ന് വെച്ചാൽ കാണണമെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കണേ. ഇപ്പോൾ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ സെറ്റായി അടിപൊളിയായി കേട്ടോ. ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കര ഒക്കെ ഏകദേശം മധുരമൊക്കെ സെറ്റ് തന്നെയായിരുന്നു, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പുളിയഞ്ചി ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.